സ്വർഗീയനാദം. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുന്നു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. കർത്താവിനായി നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ചിലവഴിക്കുമ്പോൾ കർത്താവ് അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മിൽ ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. നാം ഇന്ന് വായിച്ച വേദഭാഗത്ത് കാണുന്നത് ഗലീല കടൽക്കരയിൽ തന്റെ ചുറ്റും കൂടിയിരുന്ന പുരുഷാരത്തെ ഉപദേശിക്കുവാൻ രാത്രിയിലെ അധ്വാനത്തിന് ശേഷം വല കഴുകിക്കൊണ്ടിരുന്ന ശിമോന്റെ പടക് കർത്താവ് ആവശ്യപ്പെടുന്നതായിട്ടാണ്. കർത്താവിന്റെ വാക്കനുസരിച്ച് ശാരീരിക ക്ഷീണം വകവയ്ക്കാതെ ഉറങ്ങുവാനായി ഭവനത്തിലേക്ക് പോകുവാൻ കൂട്ടാക്കാതെ കർത്താവ് പുരുഷാരത്തെ ഉപദേശിച്ച് തീരും വരെ ശിമോൻ പത്രോസ് കർത്താവിനായി പടക് വിട്ടുകൊടുത്തു. കർത്താവ് പുരുഷാരത്തോട് സംസാരിച്ചു തീർന്ന ശേഷമാണ് തനിക്കു വേണ്ടി പടകും സമയവും തന്ന ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ആ കടലിൽ പകൽ വലയിറക്കിയാൽ എങ്ങനെ മീൻ ലഭിക്കും എന്ന സംശയം ശിമോൻ പ്രകടിപ്പിച്ചു. എങ്കിലും അവൻ കർത്താവിനെ സമ്പൂർണമായി അനുസരിച്ച് വലയിറക്കി. അപ്പോൾ വലയിൽ അകപ്പെട്ട പെരുത്ത മീൻകൂട്ടം നിമിത്തം വല കീറാറായതിനാൽ അടുത്ത പടകിലുള്ള കൂട്ടാളികളുടെ സഹായത്തോടെ 2 പടകുകളും മുങ്ങുമാറാകുവോളം നിറച്ചു. പ്രഭാതത്തിൽ വെറും കൈയോടെ കടലിൽ നിന്ന് മടങ്ങിയ ശിമോൻ ആ സായാഹ്നം മീൻപിടുത്തത്തിന് വീണ്ടും പോകണമെങ്കിൽ ഉറക്കവും വിശ്രമവും തനിക്ക് ആവശ്യമായിരുന്നു. എന്നാൽ കർത്താവിനു വേണ്ടി അവ രണ്ടും ത്യജിച്ച് സ്വയം സമർപ്പിച്ചപ്പോൾ അവന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി പെരുത്ത മീൻകൂട്ടത്തെയാണ് കർത്താവ് അവന് നൽകിയത്. പ്രിയപ്പെട്ടവരെ, സമ്പാദ്യങ്ങൾക്കായി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ അല്പസമയം കർത്താവ് നമ്മോടും ചോദിച്ചിട്ടില്ലേ? കർത്താവിന് വേണ്ടി നാം നൽകുന്ന സമയവും പ്രയത്നവും ഒരിക്കലും നഷ്ടമല്ല എന്ന് നമുക്ക് ഓർക്കാം. കർത്താവിന് നൽകാതെ നാം നേടുന്നതെല്ലാം ഒടുവിൽ ദുഃഖവും നിരാശയുമായിരിക്കും നമുക്ക് സമ്മാനിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവിന് 1-ാം സ്ഥാനം നൽകി ജീവിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ അധ്വാനത്തിൽ ആശ്രയിച്ച് നിരാശരായി തീരാറുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങയെ അനുസരിച്ചാൽ, അങ്ങിൽ ആശ്രയിച്ചാൽ അങ്ങ് ഞങ്ങളെ ധാരാളം അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന സമയവും സമ്പത്തും ആരോഗ്യവും അങ്ങയുടെ കൽപ്പന പ്രകാരം വിനിയോഗിപ്പാൻ ആവശ്യമായ വിവേകം നൽകി ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. ജീവന്റെ പുതുക്കത്തിലും സന്തോഷത്തിലും അനുദിനം വർദ്ധിച്ചു വരുവാൻ നിത്യവും ശ്രവിക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ചെയ്തേ